ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സഹനത്തിൻ്റെയും എല്ലാം വലിയ മാതൃകകളും സന്ദേശങ്ങളും നൽകുന്ന മഹത്തായ ഒരു പെരുന്നാളാണ് ബലിപെരുന്നാൾ. കേരളത്തിലൊക്കെ നമ്മുടെ സഹോദരങ്ങൾ നാളെയാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. മറ്റു ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്ന് തന്നെയാണ് ആഘോഷം നടക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവർക്കും ഹൃദ്യമായ ബലിപെരുന്നാൾ ആശംസകൾ ആദ്യം തന്നെ വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ലോകത്തുള്ള ജനങ്ങൾക്കെല്ലാം സമാധാനവും സന്തോഷവും ശാന്തിയും ഏത് കാലത്തും നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കേരളീയ ജനതയായ മലയാളികൾക്ക് ഷാർജ ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള ഈ മഹത്തായ മസ്ജിദിൽ നിന്ന് ഈദിൻ്റെ സന്ദേശം നൽകുമ്പോൾ കേരളീയ ജനതയോട് പ്രത്യേകം, അവർക്ക് നാളെയാണല്ലോ പെരുന്നാൾ, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാനുണ്ട്. എല്ലാവരും അവരവരുടേതായ സമാധാനപൂർണമായ ജീവിതത്തിന് ഏറെ പരിശ്രമിക്കേണ്ടുന്ന, ഒത്തൊരുമയോടെ ജീവിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണിത്. വർഗീയതയോട് ഒരു കോംപ്രമൈസുമില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു പുതിയ ഭരണകൂടം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് ഇന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ സത്യപ്രതിജ്ഞ ചെയ്ത എല്ലാ ഭരണാധികാരികളോടും മന്ത്രിമാരോടും MLA-മാരോടുമൊക്കെ വളരെ സ്നേഹത്തോടുകൂടി വിനയത്തോടുകൂടി പറയാനുള്ളത്, ഒരു വലിയ സത്യപ്രതിജ്ഞയാണ് അവിടെ നിർവഹിച്ചിട്ടുള്ളത്. ദൈവനാമത്തിൽ എന്ന് ഓരോരുത്തരും പറഞ്ഞു. വിശ്വാസികളായ ആളുകൾ ഒരു മുസ്ലിം ദൈവനാമത്തിൽ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. ഞാനത് പ്രത്യേകം എടുത്ത് സൂചിപ്പിക്കുന്നത്, ഒരു വലിയ ഗൗരവമുള്ള കാര്യമാണ് ഒരു ഭരണം കൈയാളുക എന്നുള്ളത്. ഒരു വലിയ അമാനത്താണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള കരാറുകളും വാക്കുകളുമൊക്കെ പാലിച്ച് നീതിനിഷ്ഠമായ ഒരു ഭരണം നടത്തുവാൻ ഈ പുതിയ ഭരണകൂടത്തിന് സാധിക്കണം. അങ്ങനെ സാധിക്കട്ടെ എന്നാണ് ഈ സമയത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനുള്ളത്. പ്രത്യേകിച്ച് മുസ്ലിം ഭരണാധികാരികളായ MLA-മാരുണ്ടാകും, മന്ത്രിമാരുണ്ടാകും. അള്ളാഹുവിൻ്റെ പേരിൽ പ്രതിജ്ഞ എടുത്തിട്ടുള്ള ആ നിലക്കുള്ള ഗൗരവത്തോടുകൂടി അവരുടേതായ ആ ഉത്തരവാദിത്തം ഏറ്റിട്ടുള്ള ആളുകളോടും പറയാനുള്ളത്, നിങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്നുള്ള ഒരു ഓർമ്മ കൂടി നിങ്ങൾക്കുണ്ടാകണം. മറ്റുള്ളവരേക്കാൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ തൻ്റേതായ സ്വത്വത്തെ, തൻ്റേതായ ഐഡൻറ്റിറ്റിയെ നിലനിർത്തേണ്ടവരാണ്. ഒരു രാജ്യത്ത് എന്താണോ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം അത് ആ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അനുസരിച്ച് കൃത്യമായി നിർവഹിക്കുന്നതിനോടൊപ്പം തന്നെ അതിനേക്കാൾ നിങ്ങൾക്ക് വലിയ ഒരു കടമയുണ്ട്. നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ 5 നേരം നിസ്കരിക്കുമ്പോൾ ഞാനിതാ എല്ലാം നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു, ഞാൻ യഥാർത്ഥ മുസ്ലിമാണ്, ഞാനൊരിക്കലും ബഹുദൈവാരാധനയുടെ പിറകെ പോവുകയില്ല എന്ന ഒരു പ്രതിജ്ഞ കൂടി നിങ്ങൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതു ചടങ്ങുകളിലും സ്വകാര്യ ചടങ്ങുകളിലുമൊക്കെ നിലവിളക്ക് കൊളുത്തുക പോലെയുള്ള, അതേപോലെ തന്നെയുള്ള അത്തരത്തിലുള്ള ഒരു മത ആചാരങ്ങളെ ഒരു മുസ്ലിം എന്ന നിലക്ക് അത് നിർവഹിക്കുവാൻ പാടുള്ളതല്ല. ഓരോരുത്തർക്കും അവരവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ നിർവഹിക്കാം. അതിനൊക്കെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഒന്നിലും മറ്റൊരാൾ കൈകടത്തേണ്ടതില്ല. പക്ഷേ ഒരു മുസ്ലിം താനൊരു മതേതരനാണെന്ന് തെളിയിക്കാൻ, താൻ ഒരു സമാധാനപ്രിയനാണെന്ന് തെളിയിക്കാൻ, ആ നിലക്ക് എല്ലാവരുടെയും ഒരു സ്നേഹവും പ്രീതിയും എനിക്ക് കിട്ടണം എന്ന നിലക്ക് ഒരു മുസ്ലിം ജനപ്രതിനിധി ഒരിക്കലും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. അതൊരു യഥാർത്ഥ വിശ്വാസിക്ക് യോജിച്ചതുമല്ല എന്ന് ഇപ്പോൾ തന്നെ ഒരു വനിതാ MLA ഒരു സ്വകാര്യ ചടങ്ങിൽ നിലവിളക്ക് കൊളുത്തി എന്നുള്ള ഒരു വാദം സമൂഹത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേ അവസരത്തിൽ മതേതരത്വത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ, വർഗീയതയോട് ഒരു കോംപ്രമൈസുമില്ലാതെ, വർഗീയത സമൂഹത്തിൽ വളരാതെ അടിച്ചമർത്തി ആ നിലക്കുള്ള ഒരു നീതിയോടുകൂടെയുള്ളൊരു ഭരണകൂടം അങ്ങനെ തന്നെ ആയിട്ടില്ലെങ്കിൽ ജനങ്ങളുടെ പ്രതീക്ഷ അസ്തമിക്കും എന്നാണ് വളരെ വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തുവാനുള്ളത്. രാജ്യത്ത് എല്ലായിടങ്ങളിലും ഒത്തൊരുമയോടെ സമാധാനത്തോടെ ഏകോദര സഹോദരങ്ങളായി നമ്മുടെ രാജ്യത്തുള്ള ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ മതമില്ലവർ ഇല്ലാത്തവർ എല്ലാവരും ഒരേ മനസ്സോടെ മനുഷ്യർ എന്ന നിലക്കുള്ള മാനവ സൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ വരട്ടെ എന്നുകൂടി ഈ സമാധാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സത്യസന്ധതയുടെയും സന്ദേശം ഉദ്ഘോഷിക്കപ്പെടുന്ന ഈ പെരുന്നാളിൻ്റെ ദിവസത്തിൽ പ്രത്യേകം ആശിക്കുകയാണ്. അതിനുവേണ്ടി സൃഷ്ടാവിനോട് മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ ഈദാശംസകൾ നേരുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ അവൻ്റെ ഏറ്റവും വലിയ ഇഷ്ടങ്ങളുണ്ടാകും. ഇപ്പോൾ ബലിപെരുന്നാളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമസ്കാരത്തിൻ്റെ ശേഷം
ബലിയറുക്കുന്നു എന്നുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയത്ത് കിട്ടിയ ഒരു മകനാണ്. ആ മകനെ തന്നെ ബലി കഴിക്കണം എന്നുള്ള ഒരു പരീക്ഷണത്തിൻ്റെ കൽപ്പനയാണ് ഇബ്രാഹിം നബിക്ക് കിട്ടിയത്. ആ കൽപ്പന പോലും ഞാൻ ഏറ്റെടുക്കാൻ സന്നദ്ധനാണ് എന്ന് തെളിയിച്ചു. അത് നമുക്ക് നൽകുന്നൊരു പാഠം. നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടങ്ങളുണ്ടാകും, നമ്മുടെ ഒരേ താല്പര്യങ്ങളുണ്ടാകും, സ്വാർത്ഥതകളുണ്ടാകും. ആ സ്വാർത്ഥതകളെയും തന്നിഷ്ടങ്ങളെയും ഒക്കെ സ്രഷ്ടാവിൻ്റെ മുമ്പിൽ അത് ബലി കഴിക്കണം. സ്രഷ്ടാവിൻ്റെ തൃപ്തിയാണ് പ്രധാനം. അതാണ് ഈ ത്യാഗത്തിൻ്റെ ബലിപെരുന്നാളിൻ്റെ ഏറ്റവും വലിയ സന്ദേശം.